4-ാം തീയതി നടക്കാനിരിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ചക്കുളത്തുകാവിലെ പൊങ്കാല മഹോത്സവത്തിന് ഏതാണ്ട് ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. വിവിധ സാംസ്കാരിക സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അതുപോലെ തന്നെ മറ്റ് മതസംഘടനകളുടെയും ഒക്കെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായ രീതിയിലാണ് നമ്മുടെ ഈ വർഷത്തെ പൊങ്കാല ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളായിരിക്കും ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 73 കിലോമീറ്ററോളം ദൂരത്തിലും വ്യാപ്തിയിലും നിൽക്കുന്നതാണ് നമ്മുടെ പൊങ്കാല മഹോത്സവം. ലക്ഷക്കണക്കിന് അമ്മമാർ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തി പൊങ്കാലയിടുകയും അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി അവർ തിരിച്ചു മടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ കേരളത്തിനകത്ത് നിന്ന് മാത്രമല്ല, തമിഴ്നാട്, കർണാടകം, ആന്ധ്ര, അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയിൽ മുഴുവൻ മറ്റ് ഉത്തർപ്രദേശ് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്തു നിന്നും വിദേശികളടക്കം ഈ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാറുണ്ട്. ഏതാണ്ട് പൊങ്കാല അടുപ്പുകളെല്ലാം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ പൊങ്കാല അടുപ്പുകൾ ക്ഷേത്ര പരിസരം നിറഞ്ഞിരിക്കുകയാണ്. നാളെ മുതൽ വരുന്ന ഭക്തജനങ്ങളുടെ അടുപ്പുകൾ ഏതാണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിരത്തി അവർ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് തിരുവല്ല, പത്തനംതിട്ട ഭാഗത്തേക്ക് തിരുവല്ല, അതുപോലെ തന്നെ അമ്പലപ്പുഴ ഭാഗത്തേക്ക് മാവേലിക്കര, അതുപോലെ ചങ്ങനാശ്ശേരി, ഇങ്ങനെയുള്ള വിവിധ ഭാഗങ്ങളിലേക്ക് പൊങ്കാല അടുപ്പുകൾ നാളെ തന്നെ നിരക്കും. ഇത്രയും അധികം പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ട ഈ വന്നു പോകുന്ന ആൾക്കാർക്ക്, അമ്മമാർക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും യാത്രാ സൗകര്യം ഒരുക്കി KSRTC ഈ ഭക്തജനങ്ങളുടെ മുഴുവൻ സുരക്ഷ ഉറപ്പാക്കി പോലീസിൻ്റെ വിവിധ ഈ സംഘടനകൾ രൂപീകരിച്ചുകൊണ്ടും ക്രോഡീകരിച്ചുകൊണ്ടും പോലീസിൻ്റെ വലിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുടിവെള്ളം ഈ ഭക്തജനങ്ങൾ എടുക്കുന്ന പൊങ്കാല അർപ്പിക്കുവാൻ എടുക്കുന്ന കുടിവെള്ളം മുഴുവനും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെള്ളമായിരിക്കും. ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഇവിടെ സുലഭമായി അവരും നൽകി വരുന്നു. ഈ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം നൽകുന്നത് പോലെ തന്നെ വെള്ളം നൽകണമെങ്കിൽ, അതായത് KSEBയുടെ നല്ല വോൾട്ടേജിലുള്ള ഇത് നമുക്ക് കിട്ടണം. അപ്പോൾ KSEB വാട്ടർ അതോറിറ്റി നല്ല രീതിയിൽ പ്രവർത്തിച്ചാണ് ഈ പൊങ്കാല എല്ലാ വർഷവും നടത്തുന്നത്. അതുപോലെ തന്നെ മറ്റ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അതിനെ നിയന്ത്രിക്കുന്ന എക്സൈസ് വകുപ്പുകളെ, അതുപോലെ അഗ്നിബാധ ഉണ്ടായാൽ തന്നെ അതിനെ നിയന്ത്രിക്കുന്ന ഫയർഫോഴ്സ്, അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടുകളെ, വാട്ടർ ബോട്ടുകളെ, ഇതെല്ലാം ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. PWD പോയ റോഡുകളെല്ലാം നമുക്ക് വിപുലമായ രീതിയിൽ നന്നാക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് എല്ലാ സംഘടന ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് വൈകിട്ട് മുതൽ തന്നെ ക്ഷേത്ര പരിസരത്തും മറ്റ് പ്രദേശങ്ങളിലുമായിട്ട് അവരും ഇതുപോലെ തന്നെ അവരുടേതായ ചികിത്സ തുടങ്ങുന്നതായിരിക്കും. ഒരു അവരുടെ ആംബുലൻസ്, അതുപോലെ തന്നെ മറ്റു സുരക്ഷകളെ എല്ലാം. അപ്പോൾ ജാതി മത ഭേദമില്ലാതെ എല്ലാ ജനങ്ങളും ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാലയിട്ട് മോക്ഷം നേടി അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ പൊങ്കാല ദിവസം വൈകിട്ട് തിന്മയുടെ മേളിൽ നന്മ ആധിപത്യം സ്ഥാപിച്ചെടുക്കുന്ന ഒരു കാർത്തിക സ്തംഭത്തിൻ്റെ ചടങ്ങുണ്ട്. ആ കാർത്തിക സ്തംഭം കത്തി എരിയുന്നതോടുകൂടി തന്നെ നാടിന് മുഴുവൻ തിന്മകളെയും നശിപ്പിച്ച് നന്മകളും അനുഗ്രഹങ്ങളും അമ്മ വാരിച്ചൊരിഞ്ഞുകൊണ്ട് ഭക്തജനങ്ങളെയും നാടിനെയും ഈ വരുന്ന അത്രയും ലോകത്തിന് മുഴുവൻ അനുഗ്രഹം വാരിച്ചൊരിഞ്ഞുകൊണ്ട് അമ്മ അവിടെ ശ്രീകോലിൽ അങ്ങനെ കുടികൊള്ളുകയാണ്. ഈ കാർത്തിക സ്തംഭം എരിഞ്ഞടങ്ങുന്നതോടുകൂടി ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് സമാപനം കുറിക്കുകയാണ്.